യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 27-ാമത്തെ തിരുലിഖിതം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. നിങ്ങൾ ആ വചനം നിങ്ങളുടെ വായിച്ചു നോക്കി, അത് ഫുള്ള് വേണ്ട, ആദ്യത്തെ മാത്രം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരെയും കയറി എൻ്റെ ആടെന്ന് പറയുമോ? നിങ്ങളുടെ അഭിപ്രായം പറയോ? ഇപ്പം നിങ്ങളുടെ ചേട്ടൻ അടുത്തുള്ള കത്രീനെ കാണുമ്പോൾ എൻ്റെ കത്രീനെ എന്ന് വിളിക്കുമോ? എല്ലാവരും കയറി എൻ്റെ എന്ന് പറയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറയുകയാണ് എൻ്റെ ആടുകൾ. അപ്പോൾ നമ്മുടെ വലിയൊരു വിളി എന്താണ്? നമ്മുടെ വിളി നമ്മുടെ ജീവിതം നന്നാകാൻ, നമ്മുടെ സ്വഭാവം നന്നാകാൻ, ഇപ്പോൾ നമ്മൾ എന്ത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ യേശുവിൻ്റെ അടുത്ത്. ഇപ്പം നിങ്ങൾ രോഗാവസ്ഥയുണ്ടോ? ആ രോഗാവസ്ഥ യേശുവിൻ്റെ അടുത്തേക്ക് പോകണം, യേശുവേ എന്ന് വിളിക്കണം. ഇപ്പോൾ പാപാവസ്ഥയാണ്, ദുശീലമാണ്, മയക്കുമരുന്ന്. എന്താണ് നിങ്ങളുടെ ദുശീലം? ഇപ്പം മയക്കുമരുന്ന് അടിക്കുന്ന സ്വഭാവം. ആ മയക്കുമരുന്ന് അടിക്കുന്ന സ്വഭാവത്തോടെ യേശുവിനെ അടിക്കുന്ന, യേശുവേ നിങ്ങളുടെ കാര്യമൊന്നും പറയുപോലും വേണ്ട, യേശുവേ ഇതാ 36 വർഷം മയക്കുമരുന്ന് അടിച്ചവനാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി. യേശു നിങ്ങളെ എംബ്രേസ് ചെയ്യും. ഈശോ പറയാണ്, എൻ്റെ അടുക്കൽ നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾ 36 വർഷം മയക്കുമരുന്ന് അടിച്ചിട്ട് എൻ്റെ അടുത്ത് വരുമ്പം 36 വർഷം തോന്നിയാസം നടന്നിട്ട് നീ ഏത് കയറി വന്നിരിക്കുക, അങ്ങനെ കുറ്റപ്പെടുത്തുവോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഈശോ ഒരു ഉറപ്പ് തരുന്നുണ്ട്. 36 വർഷം മയക്കുമരുന്ന് അടിച്ചിട്ട് ചെന്നാലും നിങ്ങൾ 90 വയസ്സായി, 90 വയസ്സ് വരെ നിങ്ങൾ തോന്നിയാസം ജീവിച്ചു, അവസാന മണിക്കൂറിലാണ് എന്ന് അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ അവസാന മണിക്കൂറിലാണ് നീ അറിയുന്നത്. ഇപ്പം ഈ സ്വരം കേൾക്കണത്, ഇപ്പം നിന്റെ ദൈവം നിന്നെ വിളിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? ഞാൻ ഇത്രയും കാലം മദ്യപിച്ച ആളാണ്, എൻ്റെ ദൈവം എനിക്കൊന്ന് മാറണം എന്ന് വിചാരിച്ച് നീ ചെന്നാൽ എന്തു ചെയ്യും? കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പറയണത്. എത്ര മഹാപാപിയാകട്ടെ എന്ന് പറഞ്ഞാൽ 99 വയസ്സ് വരെ ജീവിച്ച് 99 വയസ്സ് വരെയും പാപം ചെയ്ത വ്യക്തിയായിക്കൊള്ളട്ടെ, ആ സമയത്താണ് തോന്നുന്നത് എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് തോന്നി. അദ്ദേഹം യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വേറെ വലിയ കാര്യമൊന്നും ചെയ്യണ്ട, യേശുവേ എന്ന് പറഞ്ഞ് ഒന്ന് ചെന്നാൽ മതി. ആ വരവും ആ വിളിയും അതെല്ലാം ഈശോയ്ക്ക് മനസ്സിലാവും. എൻ്റെ പിതാവ് എന്നെ അറിയുന്നത് പോലെ എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ, ഇനി ഒട്ടും വൈകിക്കരുത്, ഇന്ന് രാത്രി തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് പോകണം. യേശുവിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ, യേശുവേ ഞാൻ 40 വയസ്സ് വരെ ദൈവമില്ലാതെ പോയ മനുഷ്യനാണ്, ഞാൻ 50 വയസ്സായി, എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് 90 വയസ്സായി, എനിക്ക് വിശുദ്ധിയില്ല, എനിക്ക് ദൈവത്തെ കാണണം. നിങ്ങൾ ആഗ്രഹിച്ചെന്ന് നോക്കിയേ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഹൃദയം ആത്മാർത്ഥതയോടെ, വലിയ ജാടയൊന്നും വേണ്ട, വലിയ ഭംഗിവാക്കൊന്നും പറയണ്ട, വലിയ ആശയങ്ങൾ, വലിയ ലോങ് സെൻറ്റൻസ് എഴുതിക്കൊണ്ടൊന്നും ചെല്ലണ്ട. നിങ്ങൾ സിംപിളി യേശുവേ എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടിച്ചെന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി വ്യത്യാസം വരുത്താൻ ഈശോയ്ക്ക് കഴിവുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യൻ അട്ടപ്പാടിയിലുണ്ടായിരുന്നു, തമിഴാ. ആ സഹോദരിക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ആ സഹോദരിക്ക് വലിയ പ്രശ്നമുണ്ട്. ആ സഹോദരിക്ക് ഒന്നാമത്തെ പ്രശ്നം പ്രാർത്ഥിക്കാൻ അറിയില്ല, രണ്ടാമത്തെ പ്രശ്നം യേശുവിനെക്കുറിച്ച് യാതൊരു പരിചയമില്ല, മൂന്നാമത്തെ പ്രശ്നം ആ സഹോദരൻ മകൾക്ക് രോഗമാണ്, ആ മകളുടെ രക്തം വെള്ളമായി പോകുന്ന രോഗമാണ്, 5 വർഷമായിട്ട് രോഗത്തിരിക്കുകയാണ്, കുട്ടി മരിക്കും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വിട്ടു, വീട്ടിൽ കൊണ്ടുപോകാം, വീട്ടിൽ കിടന്ന് കുട്ടി മരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുപോലെ വേദനയുള്ള ഒരു സഹോദരിയാണ്, പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ കോയമ്പത്തൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ 5 വർഷം ചികിത്സിച്ചിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടി മരിക്കും, ഇനി രക്ഷപ്പെടില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ആ റോഡിൽ ഇറങ്ങിയെന്ന് ഒറ്റ കരച്ചിലാണ്, എൻ്റെ കുട്ടി മരിക്കുമെന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പരിശുദ്ധ മാതാവായിരിക്കും, അല്ലെങ്കിൽ കോയമ്പത്തൂർ ടൗണിൽ ചട്ടയും മുണ്ട് കൊടുത്ത് ആരാ പോയി നിൽക്കണത്? അപ്പോൾ ഒരു ചേടത്തി അവിടെ പോയി നിന്നു, ചട്ടയും മുണ്ട് കൊടുത്ത്, മാതാവ് തന്നെയായിരിക്കും. ചേടത്തി പറഞ്ഞു, നീ ഭയപ്പെടണ്ട,
നീ താവളത്ത് ചെന്നാൽ യേശു നാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നീ അത് വാങ്ങി, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട് നീ വെറുതെ ഇങ്ങനെ നെഞ്ചിൽ വെച്ചാൽ മതി, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ അനുഭവം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം എന്താണെന്നുള്ളത്. എൻ്റെ മകൾക്ക് വന്ന് ശരീരത്തിൽ രക്തമില്ല എന്ന് പറഞ്ഞിട്ട് 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കിടത്തി. ഞാൻ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. ശരീരത്തിൽ രക്തം ഇല്ലാത്ത കാരണമുണ്ട്. ഡോക്ടർ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഈ കൊച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമാണ്, ഈ കുട്ടീനെ കൊണ്ടുപോയിക്കോ, മരിക്കാൻ ഒരുക്ക്, അല്ലാതെ ജീവിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ റോട്ടിൽ വന്ന് ഇരുന്ന് കരയുമ്പോൾ ഒരു അമ്മച്ചി റോട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ താവളത്തിൽ ഒരു പള്ളി ചെന്നിട്ട് നീ നിന്റെ മകളെ വിശ്വസിച്ച് ഈ പുസ്തകം മേടിച്ചിട്ട് കൊണ്ടുപോയി നിന്റെ മകളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, അവള് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഒരു അമ്മച്ചി വന്നിട്ട് റോട്ടിൽ എന്നോട് പറഞ്ഞു. ഈ പള്ളിയിൽ ചെന്നിട്ട് അതെ, ഒരു അമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ മകളെ നീ ആ പള്ളിയിൽ ചെന്ന് കുർബാന കണ്ട്. അതായത് ഈ അമ്മച്ചിയുടെ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഹൃദയം വെന്ത് വേദനിച്ചിരിക്കുന്ന സമയത്ത് റോട്ടിൽ സാധാരണ ചട്ടയും മുണ്ടെടുത്ത് ഒരു അമ്മച്ചി, ആ അമ്മച്ചി എവിടെ നിന്ന് നേരത്തെ, എന്നിട്ട് അമ്മച്ചി വന്ന് പറഞ്ഞു, നീ താവള പള്ളി ചെന്നിട്ട് നീ അവിടെ കുർബാന കൈ കൊണ്ടാ മതി, നിന്റെ മകള് ഗുണപ്പെടുന്നു പറഞ്ഞു. എന്നിട്ട് ഈ പുസ്തകം ഇങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞോ? ഞാൻ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചപ്പോ അച്ഛൻ ഈ പുസ്തകം പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിങ്ങൾ ആരുടെ തലയിൽ വെച്ചാലും നിങ്ങൾക്ക് രോഗം നന്നാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പുസ്തകം മേടിച്ചു കൊണ്ടുപോയി. എനിക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. എന്നിട്ട് ഈ പുസ്തകത്തിൽ കൊണ്ടുപോയി എൻ്റെ മകളുടെ തലയിൽ വെച്ച് യേശുവേ 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 നിന്ന് വിളിച്ചു, പൊട്ടി കരഞ്ഞു. പിറ്റേന്ന ദിവസമാകുമ്പോൾ എൻ്റെ മകൾ എനിക്ക് നിന്ന് അമ്മേ എനിക്ക് നന്നായി. പിറ്റേ ദിവസം മകൻ എഴുന്നേറ്റ് അമ്മേന്ന് വിളിച്ച്, ദൈവമേ. ആ രാത്രി ഉറങ്ങി ഞങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ ഫാദറിന്റെ പോലെ ഒരു 10 ഫാദർമാർ എൻ്റെ അടുത്ത് വന്നു. 12 പേര് അവര് വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന്, നീ പേടിക്കണ്ട, ഫാദർ തന്നെ അത്ര 5-10 പേര് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് രാത്രി ഉറക്കത്തിൽ നിന്റെ മകൾക്ക് ഒന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ട്, നീ പേടിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല, എൻ്റെ മകള് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഈ ഇതുവഴി സുഖപ്പെടുത്തി പിറ്റേ ദിവസം തന്നെ പിന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി രാത്രിക്ക് അത് ഈശോ തന്നെയാണ്, ഈശോയും ശിഷ്യന്മാരും ആയിരിക്കും. 10 ഫാദർമാർ വന്നിട്ട് എന്താ പറഞ്ഞ? 10 ഫാദർമാര് വന്നിട്ട് ഞാൻ 2 പേരുടെ മകളെ അടുത്ത് കിടത്തി ഉറങ്ങിയിട്ട് തലയുടെ മുകളിൽ കൈ വെച്ച് പുസ്തകം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കിടന്നു. ഞാൻ കിടന്നപ്പോൾ ആ 10 ഫാദർമാരും എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒരു ചെറിയ കൊച്ചിനെ കൊണ്ടുവന്ന പോലെ നിന്റെ മകൾക്ക് ഒന്നും വരില്ല, ഞാൻ രക്ഷപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ 10 പേരും എൻ്റെ മകളുടെ തലയിൽ കൈ വെച്ചു, എൻ്റെ കയ്യിൻ്റെ മുകളിലും കൈ വെച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ കാലത്ത് ആ രാത്രി എനിക്ക് തിരിഞ്ഞ് പെട്ടെന്ന് ഞാൻ പേടിച്ച് എനിക്ക് നോക്കുമ്പോൾ ആ ഫാദർമാർ ആരും കണ്ടില്ല, എൻ്റെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മകളും ഈ പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം തൊട്ട് കുട്ടിക്ക് നല്ല സന്തോഷം, എൻ്റെ മകളും സന്തോഷമായി എനിക്കിരുന്നു. കഞ്ഞി കുടിക്കാണ്ട് ഇരുന്ന എൻ്റെ മകള് കഞ്ഞും കുടിച്ചു. പിറ്റേ ദിവസം തൊട്ട് കഞ്ഞി കുടിക്കാൻ ദൈവത്തിൻ്റെ സ്തോത്രം പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് നന്നായി മനസ്സിലായി. എൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇത് അട്ടപ്പാടി നടക്കുന്ന സംഭവമാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, വട്ടാരിച്ച് നല്ല തിരക്കാണ്. ശരിക്കും നമ്മളാണ് യേശുവിനെ കുറിച്ച് പറയേണ്ടത്. എല്ലാ ഗ്രാമങ്ങളിലും വില്ലേജുകളിലും വീടുകളിലും പോയിട്ട് യേശുവിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കണം, നിങ്ങൾ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിൽ യേശു നിങ്ങളെ സ്വീകരിക്കും. യേശുവിലൂടെയാണ് നിങ്ങൾ വിശുദ്ധരായി മാറുന്നത്, യേശുവാണ് നിങ്ങളെ വിശുദ്ധനാക്കുന്നത്. ഈ ഒരു കാര്യം യേശുവിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ പ്രസംഗിക്കണം. 2000 വർഷമായിട്ട് പ്രസംഗിച്ചില്ല, 2025 പ്രസംഗിച്ചില്ല. അട്ടപ്പാടിയിൽ എന്നെ കൊണ്ടാക്കി എന്നിട്ടും പ്രസംഗിച്ചില്ല, തിരക്കായിപ്പോയി. അപ്പോൾ ഈശോ പറഞ്ഞു, മാതാവ് പറഞ്ഞു, വട്ടായലച്ചനും തിരക്ക്, സോജിയച്ചനും തിരക്ക്, ശുശ്രൂഷകർക്ക് തിരക്ക്, നിങ്ങൾ തിരക്കായതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളിവിടെ ഇരുന്നോ, ഞാനും എൻ്റെ അമ്മയും തിരക്കില്ലാത്തവരുണ്ട്, ഞാനും എൻ്റെ അമ്മയും പിന്നെ 12 സ്ത്രീകന്മാരുണ്ട്, ഞങ്ങൾ പോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവർ തന്നെയാണ് ഇപ്പോഴും കോയമ്പത്തൂർ ടൗണിൽ കൂടെ നടക്കുന്നത്. അവർ തന്നെയാണ് ഇപ്പോഴും അട്ടപ്പാടിയുടെ കുഗ്രാമങ്ങളുടെ ഉള്ളറയിൽ പോയിട്ട്
തമിഴ് മക്കളുടെ അടുത്ത് പോയിട്ട് ഇതാ യേശു ഉണ്ട്, നിനക്ക് വിളിക്കാൻ അറിയില്ലല്ലോ, നീ ഇങ്ങനെ യേശുവിൻ്റെ നാമം ഇങ്ങനെ നെഞ്ചത്ത് വെച്ചാൽ മതി, നീ യേശുവേ എന്നൊന്ന് വാക്ക് പറഞ്ഞാൽ മതി, നീ രക്ഷപ്പെടും, നിൻ്റെ മകൾക്കും ഗുണപ്പെടും എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വലിയ തിരക്കല്ലേ, നിങ്ങൾ അതുകൊണ്ട് ഇരുന്നോ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, പള്ളിയുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്, ആശുപത്രിയുണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്, മക്കൾ ജർമ്മനിക്ക് വിടണം, മക്കളുടെ മക്കളെ ഒക്കെയുള്ള എൻ്റെ പരിപാടികളൊക്കെ നോക്കണം, നിങ്ങൾ അവിടെ ഇരുന്നോ, 2000 വർഷം കഴിഞ്ഞല്ലോ, ഞാനും എൻ്റെ അമ്മയും തന്നെ പൊയ്ക്കോളാം, ഞങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ നാണക്കേടല്ലേ? ഇപ്പോഴും ആ പളനിയിലെ കൗണ്ടറോട് ആരാ പറഞ്ഞത്? ഈശോ നേരിട്ട് പറഞ്ഞു, നീ എന്നെ വിളിച്ചാൽ നിനക്ക് പിതാവിനെ കാണാമെന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട അമ്മയോട് ആര് പറഞ്ഞ്? ഈശോയും 12 ശ്ലീഹന്മാരും രാത്രിക്ക് അവിടെ പോയി. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ പുസ്തകം നീ പ്രാർത്ഥിക്കാൻ അറിയാത്ത ആളല്ലേ, തമിഴല്ലേ, അതുകൊണ്ട് പുസ്തകം നെഞ്ചത്ത് വെച്ച് യേശുവേ എന്ന് പറഞ്ഞാൽ മതി, ഗുണപ്പെടുമെന്ന് പറഞ്ഞു. അതിനുള്ള ആ ഒരു ഇതുപോലെ നമുക്കില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവഗണിച്ച് കളയുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല. നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയാനും നമ്മുടെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനും നമുക്ക് തരുന്ന ഈ സമയവും ഈ മണിക്കൂറുകളും ഈ സെക്കൻഡുകളും നമ്മൾ വെറുതെ കളയുന്നതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ വളരെ വലിയൊരു വിളിയാണ് ഈ യേശുവിനെ മറ്റുള്ളവരെ അറിയിക്കണം. നമ്മൾ തന്നെ ആദ്യം ഈ യേശുവിൻ്റെ അടുത്തേക്ക് വരണം. നമ്മൾ പുണ്യവാനാകാൻ നിൽക്കട്ടെ. ഇപ്പം എന്താ അവസ്ഥ? ഞാൻ ചെയ്തത് എൻ്റെ അവസ്ഥയോടുകൂടെ തന്നെ ഞാൻ ഈശോയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ അടിസ്ഥാനപരമായ വിളി നിൻ്റേതായിരിക്കുക എന്നുള്ളതാണ്. റോമാലേഖനം 1:6 വി ആർ കോൾഡ് ടു ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയുള്ള വിളിയാണ് നമുക്കുള്ളത്. വി ആർ കോൾഡ് ടു ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു വലിയ വിളി ദൈവം തന്നിരിക്കുകയാണ്. ആ വിളി എന്താണ്? ആ വിളി എപ്പോഴും ഇങ്ങനെ നമ്മുടെ സ്വന്തം അങ്ങനെ കുറവിനെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക എന്നുള്ളതല്ല, ഡിപ്രസറായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രാരാബ്ധത്തോടു കൂടെ തന്നെ യേശുവിൻ്റെ അടുത്ത് യേശുവിൻ്റെ സ്വന്തമായിരിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ സ്വന്തമായിരിക്കുക എന്നുള്ളതാണ്. മണവാട്ടി മണവാളൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ നീ പോകണം, നീ യേശുവിൻ്റെ അടുത്തേക്ക് പോകണം. ഒരു പക്ഷേ മണവാട്ടിയുടെ വസ്ത്രം കീറി പറഞ്ഞാണെങ്കിലും ഒരു പരട്ട ചെരുപ്പാണ് ഇട്ടിരിക്കണമെങ്കിലും മണവാളൻ ധനികനാണ്. ആ മണവാളിന് ചെരുപ്പ് മാറ്റി നല്ല ചെരുപ്പ് തരാൻ പറ്റും. ആ മണവാളിന് നിൻ്റെ ഈ ആ മുക്കുപണ്ടം മാറ്റിയിട്ട് നല്ല സ്വർണ്ണം ഇടിക്കാൻ പറ്റും. ആ മണവാളിന് നിൻ്റെ ഈ എന്താ പറയുന്നത് പഞ്ഞവസ്ത്രം മാറ്റിയിട്ട് നല്ല നല്ല പുടവ പട്ടുടയാട ധരിപ്പിക്കാൻ പറ്റും. നീ മണവാളൻ്റെ അടുത്തേക്ക് പോകണം.